എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ഉദ്ഘാടനത്തിന് പിന്നാലെ വിവാദമുണ്ടായിരിക്കുന്നു. ഉദ്ഘാടന യാത്രയിൽ വിദ്യാർത്ഥികൾ ട്രെയിനിൽ RSSന്റെ ഗണഗീതം ആലപിച്ചാണ് വിവാദമുണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിന് 3ാം വന്ദേ ഭാരതാണ് പ്രധാനമന്ത്രി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ട്രെയിൻ കേരളത്തിൽ 3 സ്റ്റോപ്പുകളുണ്ട്. നാളെ മുതൽ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങും. അതേസമയം എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് അനുവദിച്ചതിൽ കേരളത്തെ അവഗണിച്ചതായ പരാതിയുണ്ട്. 90 കിലോമീറ്റർ മാത്രം സഞ്ചരിക്കുന്ന സൗത്ത് വെസ്റ്റേൺ റെയിൽവേക്കാണ് പുതിയ വന്ദേ ഭാരത് കൈമാറിയിരിക്കുന്നത്. യാത്രക്കാർ 99% മലയാളികളായിരിക്കെ ട്രെയിനിലെ മുഴുവൻ ജോലിക്കാരും ബംഗളൂരു സ്വദേശികളാണ് എന്നൊരു കാര്യം കൂടിയുണ്ട്. ലേബി സുരേന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, ആദ്യം വിവാദമായ ഗണഗീതത്തെക്കുറിച്ചാണ്. ഇപ്പോൾ RSSന്റെ ഒരു രീതി തന്നെ ചെറുപ്പത്തിലെ പിടികൂടുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രദേശഭക്തി ഗാനം എന്ന രൂപത്തിൽ RSSന്റെ ഗാനം കുട്ടികളെ കൊണ്ട് പാടിച്ചിരിക്കുന്നു. കുട്ടികൾക്ക് ഈ ഉദ്ഘാടനത്തിൽ ഫ്രീ ആയിട്ടുള്ള യാത്രയിലാണ് ഉറപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഏത് സ്കൂളിലെ കുട്ടികളാണ് അവിടെ ഈ ഗാനം ആലപിച്ചത്? സ്മൃതി, RSSന്റെ ശാഖകളിലും RSS പരിപാടികളിലുമെല്ലാം പാടുന്ന ദേശഭക്തിഗാനമാണ് ഗണഗീതം. ഇത് ഇന്ന് ബംഗളൂരുവിലേക്ക് കൊച്ചിയിൽ സൗത്തിൽ നിന്ന് പുറപ്പെട്ട ഇന്ന് ഉദ്ഘാടനം ചെയ്ത് ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത ബംഗളൂരു വന്ദേ ഭാരതിലാണ് കുട്ടികൾ ആലപിച്ചിരിക്കുന്നത്. ഇത് കുട്ടികൾ ആലപിച്ചു എന്നത് മാത്രമല്ല, ഇത് റെയിൽവേ അവരുടെ ഔദ്യോഗിക സമൂഹ മാധ്യമ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. റെയിൽവേയെ RSS വൽക്കരിക്കുന്നു എന്ന് പറയുന്ന ആരോപണങ്ങൾക്കൊക്കെ ശക്തി പകരുന്നത് തന്നെയാണ് റെയിൽവേയുടെ ഈ നടപടി. അതായത് കുട്ടികളിത് ആലപിക്കുന്നു, കുട്ടികൾ ആലപിക്കുന്നത് ഔദ്യോഗിക പേജിലൂടെ റെയിൽവേ തന്നെ പങ്കുവയ്ക്കുന്നു. ഏതായാലും ഇന്നത്തെ യാത്രയിൽ ഇന്ന് പ്രധാനമന്ത്രി വെർച്വലായി വാരണാസിയിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത ഈ വന്ദേ ഭാരത് സൗത്ത് സ്റ്റേഷനിൽ നിന്ന് 8:30 പുറപ്പെട്ടത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ അതിലുണ്ടായിരുന്നു. സുവനീർ യാത്രക്കാരായി നിരവധി പ്രധാനപ്പെട്ട വ്യക്തികൾ ഉണ്ടായിരുന്നു. അതിനൊപ്പമാണ് കേന്ദ്രീയ വിദ്യാലയത്തിലെ കുട്ടികളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി ചേർന്നത്. ഈ യാത്രയുടെ ഭാഗമായി, ഈ അതിഥികൾക്കൊപ്പം ആദ്യ യാത്രയുടെ ഭാഗമായി പങ്കെടുത്ത കുട്ടികളാണ് ഇത്തരത്തിൽ ഗണഗീതം പാടിയത്. രണ്ടാമത്തെ കാര്യം, ഈ സമയത്ത് തന്നെ ജീവനക്കാരുടെ ഒരു പരാതിയായി പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത് ഇത് 610 കിലോമീറ്ററോളം ഈ സൗത്തിൽ നിന്ന് ബംഗളൂരു വരെ ഓടുന്ന ഈ ട്രെയിനിൻ്റെ ട്രാക്കിൽ ഏതാണ്ട് 90 കിലോമീറ്റർ മാത്രമാണ് ഇത് സൗത്ത് വെസ്റ്റ് ഇതിന് കീഴിൽ റെയിൽവേക്ക് കീഴിൽ വരിക. ബാക്കി സദേൺ റെയിൽവേക്ക് കീഴിലാണ് ബാക്കി വരുന്ന ഈ 520 കിലോമീറ്ററും ഇത് ഓടുക. എന്നിരിക്കെ ഇത് സൗത്ത് വെസ്റ്റ് റെയിൽവേക്കാണ് ഇപ്പോൾ ഇത് കേന്ദ്ര സർക്കാർ കൈമാറിയിരിക്കുന്നത്. ഇത് കേരളത്തിലേക്ക് വന്നാൽ, അതായത് സദേൺ റെയിൽവേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ ഒരുപാട് റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് ഈ ട്രെയിനിൽ അവസരങ്ങൾ ലഭിക്കും. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് കേരളത്തിനുള്ളിലേക്ക് ജോലി ചെയ്യാനുള്ള അവസരം വരും. ഇതാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ നിന്ന് ഇവിടത്തേക്ക് സദേൺ റെയിൽവേക്ക് കീഴിലാകുകയാണെങ്കിൽ ഇതിന്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള മറ്റ് ഇതര നിർമ്മാണ ജോലികളുമൊക്കെ ഈ സദേൺ റെയിൽവേയുടെ കീഴിൽ വരും. അപ്പോൾ മലയാളികളായ ധാരാളം ഉദ്യോഗസ്ഥർക്ക് കേരളത്തിന്റെ ഭാഗമായി ജോലി ചെയ്യാനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നത് എന്ന പരാതിയാണ് ജീവനക്കാർ ഈ ഘട്ടത്തിൽ. മുഴുവൻ ജോലിക്കാരും ബംഗളൂരു സ്വദേശികളാണ് എന്ന വിവരം കൂടിയാണ് ലേബി പങ്കുവയ്ക്കുന്നത്.